നമസ്കാരം. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. പുതിയ ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇന്റലിജൻസ് ബ്യൂറോയുടെ ACIO പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇത്തവണ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ PDF-ലേക്ക് പോകാം. നമുക്ക് നോട്ടിഫിക്കേഷൻ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇത് ഗ്രൂപ്പ് C പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പേ ലെവൽ വരുന്നത് 7 ആണ്. അതായത് സാലറി വരുന്നത് 45,000 തൊട്ട് 1,42,000 വരെയാണ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത്. ഓക്കെ, ഇത്തവണ വേക്കൻസിയും ഒരുപാട് കൂടുതലുണ്ട്. 3,700ഓളം വേക്കൻസിയാണ് ഇത്തവണ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ്. ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഒരു ഗ്രാജുവേഷൻ ആണ്. അതിൽ പെർസെൻറ്റേജും കാര്യങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഗ്രാജുവേഷൻ മാത്രം മതിയാകും ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെയാണ്. ഈ ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് 10 തൊട്ടാണ് ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ OBCക്ക് 3 കൊല്ലം, SC/STക്ക് 5 കൊല്ലം ഒക്കെ റിലാക്സേഷൻ ഇതിൽ ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും എക്സാമിന്റെ സിലബസ് പാറ്റേൺ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എക്സാമിന് 3 സ്റ്റേജ് ആയിട്ടാണ് എക്സാം നടക്കുക. ആദ്യത്തെ സ്റ്റേജിൽ നമ്മുടെ അതുപോലെ ഒബ്ജക്റ്റീവ് മോഡൽ എക്സാം ആണുള്ളത്. അതിൽ 100 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ട് 100 മാർക്സും ഉണ്ടാവും. ഈ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്, ഒബ്ജക്റ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ സമയമാണുള്ളത്. അപ്പോൾ അത് വിഷയങ്ങളൊക്കെ തന്നെയാണ്. കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, ജനറൽ സ്റ്റഡീസ് ഉണ്ടാവും, അതുപോലെ തന്നെ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ഉണ്ടാവും. നെഗറ്റീവ് മാർക്കുണ്ട്. 1/4 മാർക്കാണ് ഓരോ തെറ്റുത്തരത്തിനും നമുക്ക് എന്ത് ചെയ്യുക, നെഗറ്റീവ് ഉണ്ടാവുക. ടയർ 2 ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണുള്ളത്. 50 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. 1 മണിക്കൂർ സമയം ഉണ്ടാവും. അതിനകത്ത് എസ്സേ റൈറ്റിംഗ് ഉണ്ടാവും, പിന്നെ കോംപ്രിഹെൻഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഇത് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. 3rd സ്റ്റേജ് ആയിട്ട് ഇന്റർവ്യൂ നടത്തുക. 100 മാർക്കിനാണ് ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത പേജിനകത്ത് എക്സാം സെന്റേഴ്സ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കേരളത്തിൽ ഇത്രയും സെന്റേഴ്സ് ഉണ്ട്. എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ സെന്റേഴ്സ് ആണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്ലൈ ചെയ്യുന്നതിന്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. 10/8/2025 ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. അതായത് ഓഗസ്റ്റ് മാസം 10 അവസാന ആഴ്ചയിലേക്ക് പോകരുത്. അവസാനത്തെ ആഴ്ച സൈറ്റ് ബിസി ആകുമ്പോഴത്തേക്കും ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് നേരിടും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, അവസാനത്തെ ആഴ്ചയിലേക്ക് പോകരുത്. അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക. കഴിവതും ജൂലൈ ലാസ്റ്റ് വീക്ക് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് നമുക്കിതിൽ നോക്കാനുള്ളത് എക്സാം ഫീസാണ്. 550 രൂപയാണ് എക്സാം ഫീസായിട്ട് പറയുന്നത്. ഇതിൽ ജനറൽ OBC കാറ്റഗറി വരുന്ന മെയിൽ കാൻഡിഡേറ്റിന് 650 രൂപയാണ് ഫീസ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 550 രൂപയാണ് ഫീസ് പറഞ്ഞേക്കുന്നത്. അപ്ലൈ ചെയ്യാനുള്ള സൈറ്റും PDF-ൽ തന്നിട്ടുണ്ട്. www.mha.gov.in എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം നോക്കുക, സമയം കളയരുത്. ഇപ്പോൾ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നമ്മൾ പഠിക്കുന്ന SSCയുടെയും റെയിൽവേയുടെയും ഒക്കെ അതേ സിലബസും പാറ്റേണും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവും ഇന്റർവ്യൂവും കൂടെ ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും സമയം കളയാതെ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക, മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. ഓൾ ദി ബെസ്റ്റ്.